കൊല്ലം തിരുമുല്ലവാരത്ത് അങ്കനവാടി കെട്ടിടത്തിലെ ഫാന് പൊട്ടി വീണ് 3 വയസ്സുകാരന് പരിക്ക് പറ്റി. തലയ്ക്ക് പരിക്കേറ്റ ആദിദേവ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശോചനീയ അവസ്ഥയിലുള്ള താൽക്കാലിക കെട്ടിടത്തിലാണ് അങ്കനവാടി പ്രവർത്തിക്കുന്നത്. ഷമീർ ഉണ്ട്. ഷമീർ, ഈ അങ്കനവാടിയുടെ ശോചനാവസ്ഥ അത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട സംഭവമാണ്. പക്ഷെ അതിനു മുൻപ് ഈ കുഞ്ഞിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? സേതുലക്ഷ്മി, ഏതാണ്ട് ക്ലാസ് വിടുന്ന സമയത്ത് 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കുട്ടി ഇരുന്ന തൊട്ട് മുകളിലുള്ള ഫാനാണ് ഈ കുട്ടിയുടെ തലയിലേക്ക് വീണത്. തല മുഴച്ചിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന അംഗൻവാടി അധ്യാപിക ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ജില്ലാ ആശുപത്രിയിൽ സ്കാനിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. കുട്ടിക്ക് വലിയ ഗുരുതര പരിക്കുകളില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ ഒരു ശോചനീയാവസ്ഥ. തിരുമുല്ലാവാരത്തെ സർപ്പക്കുടി എന്ന ഭാഗത്തുള്ള അംഗൻവാടിയിലാണ് ഇത്തരത്തിൽ തകർന്നു വീഴാറാവുന്ന ഒരു കെട്ടിടത്തിൽ ഈ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത്. അത് ഈ കെട്ടിടം നാളുകളായി മറ്റൊരു കെട്ടിടത്തിലേക്ക് ഈ അംഗൻവാടി മാറ്റണമെന്നുള്ള ആവശ്യം രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ കെട്ടിടത്തിൽ തന്നെയാണ് കോർപ്പറേഷൻ ഈ അംഗൻവാടി നടത്തി വരുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഫാൻ തകർന്നു വീണൊരു സാഹചര്യം കൂടി പരിഗണിച്ച് ഈ കെട്ടിടം അടിയന്തരമായി മാറ്റണമെന്നൊരു രക്ഷിതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ആദിദേവ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആ കുട്ടിയെ ഒബ്സർവേഷന് വിധേയമാക്കി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സേതുലക്ഷ്മി. ശരി, ഷമീറാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം തിരുമുല്ലവാരത്താണ് അങ്കനവാടി കെട്ടിടത്തിലെ ഫാന് പൊട്ടി വീണ് കുഞ്ഞിന് പരിക്ക് പറ്റിയത്.